പ്രിയമുള്ളവരെ, ഈ സോഷ്യൽ മീഡിയയിൽ നിരന്തരം വിഷം വമിക്കുന്ന ശശികല ടീച്ചർ, അതായത് വിശകല എന്ന് ജനങ്ങൾ വിളിക്കുന്ന ശശികല ടീച്ചറുടെ ഒരു പ്രസംഗം നിങ്ങളിൽ പലരും ഇന്നലെ കേട്ടിട്ടുണ്ടാകാം. കേട്ടിട്ടില്ലെങ്കിൽ ദയവായി യൂട്യൂബിൽ ശശികല ടീച്ചർ ആൻഡ് അർജൻറ്റീന എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ടീച്ചറുടെ മനോഹരമായ ഒരു പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. കേട്ടവർ കേട്ടവരൊക്കെ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി തല കറങ്ങി വീഴുന്നു എന്നാണ് പറയുന്നത്. ആ പ്രസംഗത്തിൽ ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ്: ഹിന്ദു ഉണരൂ. ഉണരേണ്ട കാര്യം ടീച്ചർ പറയുന്നുണ്ട്. ഈ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യം പണ്ട് അന്തർജനങ്ങൾ തിങ്ങിപ്പാർത്ത രാജ്യമായിരുന്നു അത്രേ. അതുകൊണ്ടാണ് അർജൻറ്റീനയ്ക്ക് ആ പേര് വന്നത്. അന്തർജനങ്ങളൊക്കെ താമസിച്ച രാജ്യമായതുകൊണ്ടാണ് അർജൻറ്റീന എന്ന പേര് വന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾ ഉണരൂ എന്നാണ് ടീച്ചർ പറയുന്നത്. വളരെ രസകരമാണ് ആ പ്രസംഗം. കാരണം നമ്മൾ ഈ ചരിത്ര പുസ്തകത്തിൽ എവിടെയൊക്കെ പരതിയാലും അർജൻറ്റീനയിൽ അന്തർജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ പേര് വന്നതെന്ന് കാണില്ല. കാരണം അങ്ങനെ ഒരു പരാമർശം ഒരു ചരിത്ര പുസ്തകത്തിലുമില്ല. നിങ്ങൾക്ക് എവിടെ വേണോ സെർച്ച് ചെയ്യാം ചാറ്റ് GPT-യിലോ എവിടെ വേണോ സെർച്ച് ചെയ്യാം ഗൂഗിളിൽ. പക്ഷേ അങ്ങനെ ഒരു പരാമർശം എവിടെയുമില്ല. ചരിത്രത്തിൽ ഒട്ടും വസ്തുതയില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ഇവർ വിളിച്ചു പറയുന്നത് എന്താണെന്ന് നമുക്ക് വ്യക്തമാകത്തില്ല. നേരത്തെയും സംഘികളുടെ ഭാഗത്ത് നിന്ന് ആസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം, അത് പണ്ട് പാണ്ഡവരോ മറ്റോ അസ്ത്രം സൂക്ഷിച്ചിരുന്ന സ്ഥലം ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞൊരു അവകാശവാദം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഷേക്സ്പിയർ, മഹാനായ എഴുത്തുകാരൻ ഷേക്സ്പിയർ, അദ്ദേഹം ശേഷയ്യർ എന്ന് പറയുന്ന ബ്രാഹ്മണനാണ് എന്ന രീതിയിൽ അഭിപ്രായം ഉണ്ടായിരുന്നു. ചരിത്രവുമായി ഒരു വസ്തുതയുമില്ലാത്ത ഏതെങ്കിലുമൊക്കെ പേരിൽ സാമ്യം വന്നാൽ അതൊക്കെയും പണ്ട് നമ്മളുടെ ഭാഗമായിരുന്നു എന്ന് അവകാശപ്പെടുകയാണ് ഇവർ. ഇത് കേട്ടിട്ട് നമ്മുടെ നാട്ടിലെ ശരാശരി സംഘി, അവൻ നമ്മുടെ രാജ്യമായിരുന്നു പണ്ടെന്ന രീതിയിൽ ഈ വടിയും കറക്കി ചെന്നാൽ ഈ അർജൻറ്റീനക്കാരന്മാരൊക്കെ കാക്കി നിക്കർ വലിച്ചീരി സാമാനത്തിൽ മുളക് തേച്ച് വിടുമെന്നതാണ് യാഥാർത്ഥ്യം. ടീച്ചർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മെസ്സി ഒരുപക്ഷേ അവിടെ മേൽശാന്തി ആയിരുന്നിരിക്കാം, അതുപോലെ ബാസ്റ്റിറ്റ്യൂട്ട വല്ല പൂജാരിമായിരുന്നിരിക്കാം. ടീച്ചർ അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് പറയുന്നതെന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു പ്രൊഫൈൽ ഞാൻ നോക്കി. സോഷ്യൽ സയൻസാണ്, സാമൂഹിക ശാസ്ത്രം, ഹിസ്റ്ററിയാണ് അവരുടെ സബ്ജക്റ്റ്. എന്നിട്ട് പോലും ചരിത്രവുമായിട്ട് യാതൊരു പുലബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞു പോകുന്നത്. ഇനി സംഘികൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രസീൽ ഈ അന്തർജനങ്ങൾ ബ്രാ ഉണക്കാനിട്ട സ്ഥലമായിരിക്കും. പെറു അന്തർജനങ്ങൾ പെറാൻ പോയ സ്ഥലമായിരിക്കും. ചിലി അടുത്തുള്ള മറ്റൊരു രാജ്യം ഈ അന്തർജനങ്ങൾ പുട്ട് ഈ മാവ് താഴോട്ട് പോകാൻ വേണ്ടി ഇടുന്നൊരു സാധനം ഉണ്ടല്ലോ, ചില്ലി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്, ചില്ലി, അത് ഇട്ട സ്ഥലമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ സ്ഥലങ്ങളൊക്കെയും തങ്ങളുടേതാക്കുവാനുള്ളൊരു ശ്രമങ്ങൾ നടക്കും. കാരണം അപ്പോൾ ആ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ രാജ്യങ്ങളായി എന്ന് സംഖ്യകൾക്ക് വരുത്താം എന്നാണ് ഒരു യാഥാർത്ഥ്യം. പെറു എന്ന് പറഞ്ഞാൽ അന്തർജനങ്ങൾ പെറാൻ പോയത്, ബ്രസീൽ എന്ന് പറയുമ്പോൾ അന്തർജനങ്ങൾ ബ്രാ കൊണ്ട് സൂക്ഷിക്കുന്ന സ്ഥലം. അങ്ങനെയൊക്കെയും ആ പ്രദേശങ്ങളൊക്കെയും തങ്ങളുടെ ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും ചരിത്രവുമായിട്ട് ഒരു വസ്തുതയുമില്ലാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ പടച്ചുവിടുമ്പോൾ സമൂഹത്തിൽ നിന്ന് എത്രത്തോളം വെറുപ്പാണ് സമ്പാദിക്കുന്നത് എന്ന ആ ഒരു ധാരണ ഇവർക്കുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സംഖ്യകൾ ഇതൊക്കെ കേട്ട് കുറുവടിയും കൊണ്ട് ഈ അർജൻറ്റീനയിലോട്ടോ ബ്രസീലിലോട്ടൊക്കെ പോയി അത് തങ്ങളുടെ രാജ്യമാണെന്ന് വരുത്തി അവിടെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമാനത്തിൽ അവർ മുളക് തേച്ച് വിടും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഉത്തരേന്ത്യയിലേക്ക് വിദ്യാഭ്യാസം ഏകദേശം ഇത്തരത്തിലായി പോയിട്ടുണ്ട്. ഈ സംഖ്യകൾ പറയുന്നതൊക്കെയും ശരിയാണെന്ന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ വിദ്യാഭ്യാസത്തെ RSS കാവ്യവൽക്കരിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പാർലമെൻറ്റിൽ ഇന്ന് രാഹുൽ ഗാന്ധി അതാണ് പറഞ്ഞത്. RSSൻ്റെ ഒരു വിദ്യാഭ്യാസവൽക്കരണം അത് നമ്മുടെ നാട്ടിൽ വളരെ അപകടകരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയേക്കാം എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും സയൻസുമായിട്ടൊന്നും പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങൾ അവർക്ക് പഠിക്കേണ്ടി വരാം. ഈ സംഖ്യകളൊക്കെ പറയുന്ന മദ്രസ പൊട്ടന്മാരെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഈ മദ്രസയിൽ ഇത്തരം സബ്ജക്റ്റുകളൊക്കെ പഠിപ്പിക്കുന്നത് ഒരുപക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലൊക്കെ ഉള്ളൂ. മറ്റുള്ള രാജ്യങ്ങളിലൊന്നും മദ്രസ പഠനം അങ്ങനെയൊന്നുമില്ല. അവിടെയൊക്കെയും സ്കൂളുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അവിടെയൊക്കെയും സയൻസുമായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം സംഘീവൽക്കരിക്കപ്പെടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി പാഠ്യപുസ്തകങ്ങളിലേക്ക് കടന്നു കയറിയേക്കാം എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ശശികല ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നു, അതായത് അന്തർജനം താമസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് അർജൻറ്റീനയ്ക്ക് അന്തർജനം എന്ന് പറയുന്നത്. അതുപോലെ ബ്രസീൽ അവർ ബ്രാ ഊരിയിട്ട സ്ഥലമെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഒരുപക്ഷെ പാഠപുസ്തകങ്ങളിലൂടെ കടന്നു വന്നേക്കാം. ചില ആളുകളൊക്കെ പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ പാഠപുസ്തകങ്ങൾ അത്തരം ചില പരാമർശങ്ങൾ ഉണ്ട് എന്നാണ്. പ്രത്യേകിച്ചും ഈ ആദ്യമായി പ്ലാസ്റ്റിക് സർജറി നടത്തിയ ആൾ, അതുപോലെ ആദ്യമായി സിസേറിയൻ നടത്തിയ ആൾ, വേദവ്യാസന എന്നൊക്കെ രീതിയിൽ മഹാഭാരതത്തിലൊക്കെയും കാര്യങ്ങൾ ക്രോഡീകരിച്ചുണ്ട് എന്നാണ്. അതുപോലെ പശുവിൻ്റെ കൊമ്പിന് റേഡിയേഷൻ തടയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന രീതിയിൽ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിക്കുവാൻ കഴിയും എന്ന രീതിയിലൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു രൂപഭേദം
ടേൺ അടിച്ചു പോകുവാൻ സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജൻസികൾ ജന്തർ മന്ദർ നടത്തിയ സമരത്തിലും ഇത്തരം പ്രവണതവത്കരിക്കപ്പെടുന്നതിനെതിരെയുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്നതും സ്വാഭാവികമാണ്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ സോഷ്യൽ സയൻസ് ടീച്ചറാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, സയൻസുമായിട്ട് അല്ലെങ്കിൽ ചരിത്രവുമായിട്ട് പുലബന്ധവുമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നാണ്. ഇത് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ചും ഞങ്ങളുടെ കോളേജ് സ്കൂൾ പഠനകാലത്തും ഈ ശാഖകളിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ വായിച്ച് അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവർ ചരിത്രത്തിൻ്റെ ഒരു പിൻബലം തേടി പോകാറില്ല, എന്താണ് ശരി എന്ന് വിശ്വസിക്കാറില്ല. അതിപ്പോൾ ഏതു തലങ്ങളിലായാലും, അതിപ്പോൾ RSSലല്ല, മറ്റു വിഭാഗങ്ങളിലും മറ്റുള്ള എല്ലാ മതങ്ങളിലും ഒക്കെയും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശ്വസിക്കുവാൻ നമ്മുടെ സമൂഹം തയ്യാറാകണം എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യം അതിപ്പോൾ ലോക പ്രശസ്തമായ രാജ്യമാണ്. കാരണം വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഫൈനലിൽ വന്ന രാജ്യമാണ്. മെസ്സി, ബാസിറ്റൂഡ, റൊമാറിയോ, റൊണാൾഡോ, അങ്ങനെ കുറേ ആൾക്കാർ ആ രാജ്യത്തുണ്ട്. അപ്പോൾ ആ രാജ്യം കൂടി തങ്ങളുടേത് ഇരിക്കട്ടെ എന്ന ഒരു പ്രവണതയാണ് സാധാരണ ഒരു സംഘീയ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മുടെ ടീച്ചർ ചിന്തിച്ചത് എന്ന് പറയാം. സാധാരണ അവർ അവകാശപ്പെടുന്ന പോലെ മലേഷ്യയും ഇന്തോനേഷ്യയും ഒക്കെ ആ കൾച്ചറുള്ള രാജ്യങ്ങളായിരുന്നു, അത് സമ്മതിക്കാം. കാരണം ഇന്തോനേഷ്യയിലൊക്കെ നേരത്തെ അവിടെ ഹൈന്ദവ മതം ഉണ്ടായിരുന്നു, അതുപോലെ മലേഷ്യയിലുണ്ടായിരുന്നു. പിന്നെ ആ മതങ്ങൾ, പ്രത്യേകിച്ചും ഇന്തോനേഷ്യയിലൊക്കെ ഇസ്ലാം വന്നപ്പോൾ ഹൈന്ദവത കൂടി സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ ഇസ്ലാം വന്നത്. മലേഷ്യയിലാകട്ടെ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ ഹൈന്ദവ കൾച്ചർ ഒരു പരിധിവരെയൊക്കെയും അവിടുത്തെ മുസ്ലിം കൾച്ചറുമായി ഇടചേർന്നിട്ടുണ്ട്. അവരുടെ ബാങ്കിൻ്റെ പേര് കുബൈര എന്നാണ് ഇന്തോനേഷ്യയിൽ, അതുപോലെ അവരുടെ എയർവേസിൻ്റെ പേര് ഗരുഡ എന്നാണ് ഇന്തോനേഷ്യയിൽ. അങ്ങനെയൊക്കെ ആ സംസ്കാരങ്ങൾ പരസ്പരം സമന്വയിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അർജൻറ്റീനയോ ബ്രസീലോ ഒക്കെ പോവുകയാണെങ്കിൽ, അവിടെ ഒന്നും ഒരു ഹൈന്ദവ മതത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. ഇൻക മായൻ സംസ്കാരങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു ചരിത്ര പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രവുമായിട്ട് വസ്തുതപരമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം അവകാശവാദങ്ങളാണ് ശശികല ടീച്ചറെ പോലെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം അന്തർജനം, അർജൻറ്റീന, രണ്ടു പേരുകൾ തമ്മിൽ വളരെ സാമ്യമുണ്ട്. അതുകൊണ്ട് അന്തർജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ് അർജൻറ്റീന, അത് നമ്മുടെ നാടാണെന്ന് പറയാനുള്ള ആത്മധൈര്യം, അതിന് എത്ര നമ്മൾ ചിരിച്ചാലും ആ തമാശയുടെ ഒരു ആഴം പോകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അന്തർജനങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അന്തർജനങ്ങൾ മാത്രം താമസിച്ചാൽ അവിടെ കുട്ടികളുണ്ടാവില്ല, ബ്രാഹ്മണർ കൂടി വേണ്ടേ, അന്തർജനങ്ങളുടെ പുരുഷൻ കൂടി വേണ്ടേ. അപ്പോൾ പുരുഷൻ ഇല്ലാത്ത രാജ്യമാണോ അത്? എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക. എന്തായാലും ശശികല ടീച്ചറുടെ ഒരു തമാശ, അത് ആ വീഡിയോ കാണുന്തോറും ചിരിച്ച് മണ്ണ് കപ്പുകയാണ്. നിങ്ങളെന്തായാലും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം ചെയ്ത്.